ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ, സങ്കടങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്, ക്ലേശമൊക്കെ അതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഓർത്തേക്കരുത്, പലരുടെയും സങ്കടം എനിക്ക് മാത്രം എന്തായി സങ്കടങ്ങളൊക്കെ. ആരാ പറഞ്ഞു? നീ കടന്നു പോകുന്ന ആ സങ്കടം നിനക്കേ ഉള്ളൂ എന്നേ ഉള്ളൂ. മറ്റുള്ളവർക്ക് മറ്റൊരു സങ്കടം. നമ്മളേറെ സ്നേഹിച്ച, നമുക്ക് എന്നും ആശ്രയമായിരുന്ന ഒരാൾ പെട്ടെന്ന് ഭൂമിയിൽ ഇല്ലാതാകുന്നു. എങ്ങനെയാണ് അതിൻ്റെ മുറിവിൽ നിന്ന് നമ്മളൊന്ന് മാറുന്നത്? എന്നെ ഒന്ന് കൈ പിടിച്ചൊന്ന് താങ്ങി നിർത്താൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ. യൗസേപ്പ് പിതാവിന് നമ്മുടെ ജീവിതത്തിൽ ആ സാന്നിധ്യമാകാൻ പറ്റും. ആശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ സാന്നിധ്യമാകാൻ യൗസേപ്പ് പിതാവിന് പറ്റും. കാരണം ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് യൗസേപ്പ് പിതാവ്. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല നമ്മൾ പറയത്തില്ലേ, എങ്ങോട്ടാ തിരിയേണ്ടത്? ആ നേരത്തൊരു അധിക ജ്ഞാനം യൗസേപ്പ് പിതാവ് നമുക്ക് പകർന്നു തരും. കാരണം യൗസേപ്പ് പിതാവ് നിരന്തരം ദൈവസ്വരം കേൾക്കുന്നവനാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 28ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സെയിൻറ്റ് ജോസഫ്, കംഫർട്ട് ഓഫ് ദ അഫ്ലിക്റ്റഡ്. യൗസേപ്പ് പിതാവ്, ക്ലേശിതരുടെ ആശ്വാസം. യൗസേപ്പ് പിതാവേ, ക്ലേശിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്ലേശിതർക്ക് ആശ്വാസം നൽകുക എന്നത് ഇറ്റ്സ് എൻ ആക്ട് ഓഫ് മേഴ്സി. അത് കരുണയുടെ പ്രവൃത്തിയാണ്. യൗസേപ്പ് പിതാവ് നമ്മുടെ കാലത്ത് നമുക്കായി ആ കരുണയുടെ പ്രവൃത്തി ചെയ്യുകയും അത്തരം പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇത് രണ്ടും, അതായത് നമ്മുടെ ക്ലേശങ്ങളിൽ യൗസേപ്പ് പിതാവ് നമുക്ക് ആശ്രയമാണ് എന്നതും, ഒപ്പം യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം സ്വീകരിച്ച നമ്മൾ തന്നെയും മറ്റുള്ളവർക്ക് അവരുടെ ക്ലേശങ്ങളിൽ ആശ്വാസമാകണമെന്നും നമ്മളിന്ന് ചിന്തിക്കുകയാണ്. നമുക്കറിയാം, സഭയിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് കാരുണ്യ പ്രവർത്തികൾ 14, ആത്മീയം 7, ശാരീരികം 7. ഈ 14 പ്രവർത്തികളിലൂടെ നമ്മൾ ക്ലേശിതർക്ക് ആശ്വാസം നൽകുകയാണ്. അതേതൊക്കെയാണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചേ. പണ്ടെന്നോ പഠിച്ചു മറന്നത് ഓർമ്മയിൽ തട്ടിയെടുക്കാൻ പറ്റുമോ നോക്കിക്കേ, പൊടി തട്ടിയെടുക്കാൻ പറ്റുമോ നോക്കിക്കേ. നമ്മളിത് ടോക്കിൻ്റെ അവസാനം ആ കാരുണ്യ പ്രവർത്തികൾ 14 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് നമ്മൾ ഈശോയുടെ നല്ല ഫോളോവേഴ്സായിട്ട് മാറും. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഈ ക്ലേശത്തെക്കുറിച്ചാണ്. യൗസേപ്പ് പിതാവ് ക്ലേശിതരുടെ ആശ്വാസമാണ്. നമ്മുടെ ക്ലേശാനുഭവങ്ങളിൽ യൗസേപ്പ് പിതാവിൻ്റെ പക്കൽ നമ്മൾ ആശ്രയം തേടണം. ക്ലേശം ആർക്കാണല്ലേ ഇഷ്ടം? ഈ അഫ്ലിക്ഷൻസ്, ക്ലേശം അനുഭവിക്കുക, മിസറീസ് ആർക്കാണ് താല്പര്യം? ആർക്കും ഇഷ്ടമല്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ക്ലേശങ്ങളൊക്കെ. ഇത് ഈ ഭൂമിയിലെ ജീവിതം വാലി ഓഫ് ടിയേഴ്സ് ആണ്. ഇത് കണ്ണീരിൻ്റെ താഴ്വാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് സങ്കടപ്പെടുത്താൻ പറയുന്നതല്ല, നിരാശപ്പെടുത്താൻ പറയുന്നതല്ല, അത് റിയാലിറ്റിയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ, സങ്കടങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്, ക്ലേശമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതാണ് കുറേ കൂടെ യാഥാർത്ഥ്യമുള്ള കാഴ്ചപ്പാട്. ഇന്ന് തിരിച്ചറിയണം. നമ്മളെല്ലാവരും അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഇല്ല കേട്ടോ. നിങ്ങൾ ഓർത്തേക്കരുത്, പലരുടെയും സങ്കടം എനിക്ക് മാത്രം എന്തായി സങ്കടങ്ങളൊക്കെ. ആരാ പറഞ്ഞ്? നീ കടന്നു പോകുന്ന ആ സങ്കടം നിനക്കേ ഉള്ളൂ എന്നേ ഉള്ളൂ. മറ്റുള്ളവർക്ക് മറ്റൊരു സങ്കടം, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. നമ്മുടെ ക്ലേശങ്ങളൊക്കെ ഒന്ന് ഓർത്തേ നമ്മൾ അനുഭവിക്കുന്നത്. അത് യൗസേപ്പ് പിതാവിന് കാഴ്ചവെക്കാം. ഒട്ടുമിക്ക കുടുംബങ്ങളും അതെത്ര വരുമാനമുണ്ട്, വരുമാനമില്ലെന്ന് പറഞ്ഞാലും കടന്നു പോകുന്നൊരവസ്ഥ ഫിനാൻഷ്യൽ സ്ട്രഗിളാണ്. ആർക്കാണതില്ലാത്തത്? ആർക്കാണതില്ലാത്തത്? നമ്മൾ ഓർക്കും സമ്പന്നന് അതില്ലെന്ന്. അവൻ്റേതായിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിളുണ്ട്. അവനും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അനന്തയ്ക്കുള്ളത് മാത്രം സമ്പാദിക്കുന്നതിന് കുറച്ചുകൂടെ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക സ്ട്രഗിൾസ്, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് നമ്മൾ അനുഭവിക്കുന്നൊരു ക്ലേശമാണ്. ശാരീരിക ക്ലേശങ്ങൾ, രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവരുടെ ക്ലേശങ്ങൾ ഒട്ടനവധിയാണ്. അപ്പം ഈ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്ന, മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സ് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു ക്ലേശമാണ്. സൈക്കോളജിക്കൽ ടെൻഷൻ. ഇന്നും കൂടെ ഒരു യുവാവ് വന്നിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, മോനേട്ടാ നിനക്ക് 22 വയസ്സല്ലേ ഉള്ള എന്നാണ് ഉടനെ ചോദിച്ചത്. 22 വയസ്സാകുമ്പോൾ പറഞ്ഞാൽ മടുത്തു പോവാച്ച ജീവിതം, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാണ്.
സൈക്കോളജിക്കൽ ഈ പറഞ്ഞ അഫ്ലിക്ഷൻസ്, മിസറീസ്, ഒത്തിരി പേര് അതിലൂടെ കഷ്ടപ്പെടുന്നു. റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ വലിയ ടെൻഷനാണത്. റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ്, ബന്ധങ്ങൾ ഉലയുന്നത്, ഒപ്പം പ്രിയപ്പെട്ട ഒരാളുടെ മരണം, അതുപോലും എന്തൊരു ക്ലേശമാണെന്നറിയാമോ? നമ്മളേറെ സ്നേഹിച്ച, നമുക്കെന്നും ആശ്രയമായിരുന്ന ഒരാൾ പെട്ടെന്ന് ഭൂമിയിൽ ഇല്ലാതാകുന്നു. എങ്ങനെയാണ് അതിൻ്റെ മുറിവിൽ നിന്ന് നമ്മളൊന്ന് മാറുന്നത്? ആ നൊമ്പരത്തിൽ നിന്നൊരു വിടുതൽ നമ്മൾ അനുഭവിക്കുന്നു. വലിയ ക്ലേശം നമ്മൾ അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ക്ലേശങ്ങളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കും, ദൈവമേ ഒന്ന് ചാരാൻ, ഒന്ന് ചാരി നിൽക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിലെന്ന്, എന്നെ ഒന്ന് കൈ പിടിച്ചൊന്ന് താങ്ങി നിർത്താൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അങ്ങനെ ഒരാളായിട്ട് വേണം നമ്മൾ യൗസേപ്പിതാവിനെ മനസ്സിലാക്കാൻ. ഞാൻ ഈ പറഞ്ഞ ക്ലേശങ്ങളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ മരണമൊക്കെ ഒത്തിരി പേർക്ക് നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെടും. ദൈവമേ, ഇത്രയും മുതിർന്നവർക്ക് പോലും, അതായത് നമ്മൾ കാണുന്നയാൾ പ്രായത്തിന് മുതിർന്ന ഒരാളാണ്, പക്ഷെ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിൻ്റെ അപ്പനോ അമ്മയോ മരിച്ചതിൻ്റെ സങ്കടത്തിൽ നിന്ന് ഇതുവരെ പുറത്തു കിടക്കാൻ പറ്റുന്നില്ല. ജീവിത പങ്കാളിയുടെ മരണത്തിൻ്റെ മുറിവ് പേറുന്നവർ. അത്തരം ക്ലേശങ്ങളെയൊക്കെ യൗസേപ്പിതാവിന് വിട്ടുകൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് യങ് പേരൻസിൻ്റെ കുടുംബങ്ങളിൽ, ടീനേജേഴ്സിനെയൊക്കെ വളർത്തുന്ന പേരൻസിൻ്റെ കുടുംബങ്ങളിൽ കാണുന്ന ഒരു വലിയ ക്ലേശം, കുട്ടികൾ പെട്ടെന്ന് മാതാപിതാക്കൾക്കെതിരാകുന്നു. നന്നായിട്ടൊക്കെ വളർത്തിക്കൊണ്ട് വന്നതാണ്, നല്ല പ്രയത്നം എടുത്ത് പറ്റുന്ന പോലൊക്കെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിച്ച് പഠിപ്പിച്ച് പള്ളിയിലൊക്കെ കൊണ്ടുപോയി ബൈബിളൊക്കെ വായിച്ച് അൾത്താറിലൊക്കെ കയറി ഗായക സംഘത്തിലൊക്കെ ഉണ്ടായിരുന്ന നല്ല കുഞ്ഞുങ്ങൾ പെട്ടെന്നൊരു ദിവസം കർത്താവിനും സഭയ്ക്കും ഒക്കെ എതിരെ നിൽക്കുകയാണ്. ദൈവവിശ്വാസം ഇല്ലെന്നൊക്കെ പറഞ്ഞു കളയുകയാണ്. അപ്പോൾ അതിൻ്റെ ക്ലേശം നമ്മളോർക്കും അതിലും ഭേദം പോലെ രോഗവും വരുന്നതായിരുന്നു നമുക്ക്. അതുകൊണ്ട് ക്ലേശങ്ങൾക്ക് പഞ്ഞമില്ല പ്രിയമുള്ളവരെ. ആരോഗ്യത്തോടെ ജീവിച്ചൊരാൾക്ക് പെട്ടെന്ന് വാർദ്ധക്യത്തിൻ്റെ ക്ലേശങ്ങൾ ശരീരത്തെ കീഴടക്കുമ്പോൾ ഉണ്ടാകുന്ന നിരാശ, നമ്മൾ പെട്ടെന്ന് പഴയതുപോലെ യാത്ര ചെയ്യാൻ പറ്റാതാകുന്നു, നമ്മൾ വല്ലാണ്ടൊരു പരിമിതപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നു, ക്ലേശങ്ങളാണ്. ഞാൻ ഈ ക്ലേശങ്ങളുടെയൊക്കെ ലിസ്റ്റ് പറഞ്ഞത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എല്ലാവർക്കും ഈ ഭൂമിയിൽ ക്ലേശങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഈ ക്ലേശങ്ങളിൽ നമ്മുടെ ക്ലേശാനുഭവങ്ങളെ, കഷ്ടാനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ യൗസേപ്പിതാവിനോട് ചേർത്ത് വയ്ക്കണം. ആ ഇടങ്ങളിലൊക്കെ യൗസേപ്പിതാവിൻ്റെ സഹായം തേടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. അതിൻ്റെ കാരണം സെയിൻറ്റ് ജോസഫ് മരല്ലോ പറയുന്ന കാര്യമുണ്ട്. ഹീ ഈസ് ദ പേട്രിയാർക്ക് ഓഫ് ട്രബിൾഡ് പീപ്പിൾ. സെയിൻറ്റ് ജോസഫിനെ കുറിച്ച് പറയുന്നതാണ്. ഹീ ഈസ് ദ പേട്രിയാർക്ക് ഓഫ് ട്രബിൾഡ് പീപ്പിൾ. സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരുടെ പിതാവാണ് സെയിൻറ്റ് ജോസഫ്. ബിക്കോസ് ഹീ ഹിംസെൽഫ് വെൻറ്റ് ത്രൂ ഇനഫ് ട്രബിൾ. അവൻ തന്നെയും ഇഷ്ടം പോലെ കഷ്ടങ്ങളിലൂടെ, കഷ്ടദുരിതങ്ങളിലൂടെ കടന്നു പോയവനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ യൗസേപ്പിനെ അപ്പായായി ഏറ്റെടുക്കണം. എ ലവിങ് ഫാദർ ഹു പ്രൊവൈഡ്സ് വിസ്ഡം ആൻഡ് പ്രസൻസ്. ശരിക്കും നമുക്ക് നമ്മുടെ അപ്പനിൽ നിന്ന് ഈ ക്ലേശങ്ങളുടെ നേരത്ത് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കൊരു സാന്നിധ്യം കിട്ടിയിരുന്നെങ്കിൽ. രണ്ട്, വിസ്ഡം, ജ്ഞാനം കിട്ടിയിരുന്നെങ്കിൽ. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്ന്, നമുക്ക് ചിലപ്പോൾ ഒന്നും വേണ്ട, ഒന്ന് കൂടെ ഇരുന്നാൽ മതി, ഒരു സാന്നിധ്യം. യൗസേപ്പിതാവിന് നമ്മുടെ ജീവിതത്തിൽ ആ സാന്നിധ്യമാകാൻ പറ്റും. ആശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ സാന്നിധ്യമാകാൻ യൗസേപ്പിതാവിന് പറ്റും. കാരണം ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് യൗസേപ്പിതാവ്. രണ്ട്, വിസ്ഡം വേണം. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മൾ പറയത്തില്ലേ, എങ്ങോട്ടാണ് തിരിയേണ്ടത്? ആ നേരത്തൊരു അധിക ജ്ഞാനം യൗസേപ്പിതാവ് നമുക്ക് പകർന്നു തരും. കാരണം യൗസേപ്പിതാവ് നിരന്തരം ദൈവസ്വരം കേൾക്കുന്നവനാണ്. പോപ്പ് ബെനഡിക്റ്റ് 16 യൗസേപ്പിതാവിനോട് പുലർത്തേണ്ട ബന്ധത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇത്തരം സങ്കടത്തിൻ്റെ നേരത്ത് പുലർത്തേണ്ട ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. വെൻ യു ആർ ഡിസ്കറേജ്ഡ്, നിരാശ അനുഭവിക്കുമ്പോൾ യൗസേപ്പിൻ്റെ വിശ്വാസത്തിൽ നിന്ന് പഠിക്കണം. നിരാശപ്പെട്ടു പോകുന്ന നേരത്ത് യൗസേപ്പിൻ്റെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഉത്കണ്ഠ നമ്മളെ തോൽപ്പിച്ച് കളയുമ്പോൾ യൗസേപ്പിൻ്റെ പ്രത്യാശയിൽ നിന്ന് പഠിക്കണം. വെറുപ്പ് നമ്മളെ കീഴടക്കുമ്പോൾ, ആരോടെങ്കിലുമൊക്കെയുള്ള വെറുപ്പ് നമ്മളെ കീഴടക്കുമ്പോൾ യൗസേപ്പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ യൗസേപ്പിതാവിനോട് ഒരു നിരന്തര ബന്ധം, പ്രത്യേകിച്ച് നമ്മുടെ ക്ലേശങ്ങളുടെ ആ അനുഭവത്തിൽ, നമ്മുടെ സങ്കടത്തിൻ്റെ അനുഭവത്തിൽ, ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾ കടന്നു പോകുന്ന സങ്കടങ്ങളെയൊക്കെ ഒന്നുകൂടെ ഓർത്ത്, ലോങ് ലിസ്റ്റ് ഞാൻ പറഞ്ഞു, അതൊക്കെ ഒന്ന് ഓർത്ത് അതെല്ലാം യൗസേപ്പിതാവിന് പ്രത്യേകം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ഇനി നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ 14 എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വേഗം ഒന്ന് ഓടിച്ചു പറഞ്ഞു കേൾപ്പിക്കാം. നോമ്പ് കാലം കൂടിയല്ലേ, പറ്റുന്നവർ ഈ കാരുണ്യ പ്രവർത്തികൾ ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, ശ്രമിച്ചു നോക്കുക. അങ്ങനെ വരുമ്പോൾ യൗസേപ്പിതാവ്
നമുക്ക് പ്രചോദനമാവുകയും നമ്മളിലൂടെ യൗസേപ്പ് പിതാവ് ആവർത്തിക്കപ്പെടുകയും ചെയ്യും. യൗസേപ്പിൻ്റെ നന്മകൾ ഈ കാലത്ത് നമ്മളിലൂടെ തുടരും. കാരുണ്യ പ്രവർത്തികൾ 14. ശാരീരികം 7. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. വിശക്കുന്നവർക്ക് എനിക്കറിയാവുന്ന ഒരമ്മ, എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു കുടുംബം ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഈ എല്ലാ ആഴ്ചയിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഒരു തവണ ഞാൻ കണ്ടത്, അവിടെ വന്നിരുന്ന് ഒരു സാധു മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയോ എന്തോ സ്പെഷ്യൽ എന്തോ കൊടുത്തത് പൊതിഞ്ഞുകൊണ്ട് പോവുകയാണ്. വീട്ടിൽ ഭാര്യയുണ്ടെന്ന്, ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണമായിട്ട് തന്നെ പറ്റുന്നവർക്ക്. ഇപ്പം എനിക്കറിയാവുന്നൊരു വളരെ അടുപ്പുള്ള സുഹൃത്ത്, അദ്ദേഹത്തിനൊരു ശീലമുണ്ട്. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാനും അദ്ദേഹത്തിനോട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്നത്, ഈ ടൗണിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഭിക്ഷാടകരെയൊക്കെ കണ്ടാൽ അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കും. ഭക്ഷണം കഴിച്ചു അപ്പോൾ അറിയില്ല. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു പാഴ്സൽ വാങ്ങിച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ അനുവദിക്കുമെങ്കിൽ, എല്ലായിടത്തും ചിലപ്പോൾ കാണത്തില്ലല്ലോ, അവിടെ ഇരുന്നിട്ട് അവർക്കുള്ള ബില്ല് പേ ചെയ്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോകും. പാഴ്സൽ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ എനിക്കറിയാവുന്നത്, കണ്ടിട്ടുള്ളത്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. 2. ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക. 3. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക. 4. അനാഥർക്കും അന്യർക്കും അഭയം നൽകുക. 5. രോഗികളെ സന്ദർശിക്കുക, പരിചരിക്കുക. നമ്മുടെ കാലത്ത് പറ്റും. കാരണം നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ ഇഷ്ടം പോലെ പേര് രോഗികളായിട്ട് കിടപ്പുണ്ട്, വൃദ്ധരായിട്ട് കിടപ്പുണ്ട്. പറ്റുമെങ്കിൽ ഒരല്പസമയം എടുത്ത് വേണമെങ്കിൽ കുർബാനയെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറ്റും. അതായത് ബുദ്ധിമുട്ടിക്കാത്ത ഒരളവിൽ ഒന്ന് കയറി, ഒന്ന് മിണ്ടി. ചിലപ്പോൾ അവർക്ക് നമ്മുടെ പ്രസൻസ് തന്നെ ആശ്വാസമായിരിക്കും. തടവറയിലുള്ളവരെ സന്ദർശിക്കുക. നിങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കത്തില്ലത്, പക്ഷേ അങ്ങനെ ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്. ഞങ്ങൾക്ക് സെമിനാരി പഠിക്കുന്ന കാലത്ത് ജീസസ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ശുശ്രൂഷ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തടവറകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കൂടെ സമയം ചിലവഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. 7. ഇത് നമ്മുടെ ഒത്തിരി മുതിർന്ന തലമുറ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒന്നാണ്. 7. മരിച്ചവരെ സംസ്കരിക്കുക. എന്നുവെച്ചാൽ നമ്മുടെ ഇടവകയിലൊക്കെ ഒരു മരണം ഉണ്ടായാൽ നമുക്ക് വലിയ അടുപ്പമുള്ളവരൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അതിൽ പങ്കെടുക്കുക. നമുക്ക് സമയമോ സാഹചര്യമൊക്കെ അനുവദിക്കുമെങ്കിലും അല്പം ത്യാഗം എടുത്തിട്ടാണെങ്കിലും അതിൽ പങ്കെടുക്കുക. അതൊരു ക്രിസ്തീയ കാരുണ്യ പ്രവൃത്തിയാണ്, ശാരീരികമായ കാരുണ്യ പ്രവൃത്തിയാണ് മരിച്ചവരെ സംസ്കരിക്കുന്നത്. ആത്മീയം 7. അറിവില്ലാത്തവരെ ഉപദേശിക്കുക. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. 2. സംശയിക്കുന്നവർക്ക് ശരിയായ മാർഗം കൊടുക്കുക, സംശയം മാറ്റിക്കൊടുക്കുക. 3. പാപികളെ തിരുത്തുക. ചിലർ പാപികളെ തിരുത്തൂല, അവരെന്തെന്ന് വെച്ചാൽ ആട്ടെ, അല്ല, പാപികളെ തിരുത്തണത്ത് നീ ചെയ്യുന്നൊരു കാരുണ്യ പ്രവൃത്തിയാണെന്ന് ഓർക്കണം. 4. നമ്മെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുക. 5. മനുഷ്യരുടെ ദുർബലതകൾ സഹിഷ്ണുതയോടെ കാണുക. മറ്റുള്ളവർ ബലഹീനർ, നമ്മുടെ കൊളീഗ് ഒരാൾ ഒരു ദുർബലതയുണ്ട്, നമ്മുടെ കൂടെയുള്ള ഒരാൾ ഒരു ബലഹീനതയുണ്ട്, കുറച്ചൊക്കെ സഹിഷ്ണുത കാണിക്കുക. അതിനകത്ത് പോലൊരു കാരുണ്യമുണ്ട്. 6. ദുഃഖിതരെ ആശ്വസിപ്പിക്കുക, വേർഡ് ഓഫ് കൺസലേഷൻ. സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് നമുക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ആശ്വാസത്തിൻ്റെ ഒരു വാക്ക്, എ മിയർ പ്രസൻസ്. 7. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി നല്ല മനുഷ്യർ, പഴയ തലമുറയിലുള്ളവർ വല്ലപ്പോഴൊക്കെ വന്ന് സകല മരിച്ചവർക്കും വേണ്ടി കുർബാനയിലിരിക്കും. അവരുടെ വീട്ടിൽ ആരുമല്ല, എല്ലാവർക്കും വേണ്ടി. വെച്ചാൽ പ്രാർത്ഥന ആവശ്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ വെച്ചു, അവർക്ക് വേണ്ടിയിട്ട്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥന ഉയർത്തുന്നത് ഒരു ആത്മീയ കാരുണ്യ പ്രവൃത്തിയാണ്. അപ്പോൾ ഈ 14 കാരുണ്യ പ്രവൃത്തികളിൽ യൗസേപ്പ് പിതാവിനോട് ചേർന്ന് വളരാൻ നമുക്കും കഴിയട്ടെ. നമുക്ക് ലുത്തീനിയ സാധിക്കുന്നവരൊക്കെ പാടി പ്രാർത്ഥിക്കണം, ചൊല്ലി പ്രാർത്ഥിക്കണം. ഒപ്പം ഈ ചിന്തകളോടുകൂടി നമ്മുടെ ക്ലേശങ്ങളെയൊക്കെ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യത്തിന് വിട്ടുകൊടുത്ത് നമുക്കൊരുമിച്ച് പ്രതിഷ്ഠാ ജപം ചൊല്ലി പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ,
അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.